ജീവനക്കാർക്ക് പുതിയ പാഠ്യപദ്ധതിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഭക്തരെ ആകർഷിക്കുന്നതിനുള്ള പരിശീലനമാണ് ജീവനക്കാർക്കായി ഒരുക്കിയത്. ഭക്തസുഖം ക്ഷേത്ര ദർശനം 2024 എന്ന പേരിൽ നടത്തിയ പരിശീലന പരിപാടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഭക്തരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തസുഖം ക്ഷേത്ര ദർശനം 2024 എന്ന പരിപാടി ജീവനക്കാർക്കായി സംഘടിപ്പിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നെത്തിയ ജീവനക്കാർക്ക് M. നന്ദകുമാർ IAS പരിശീലനം നൽകി. വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ പാലിക്കേണ്ട ആചാരമുറകളെക്കുറിച്ച് ജീവനക്കാർ അറിഞ്ഞിരിക്കണമെന്നും അത് അതാതു ക്ഷേത്രങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പകരണമെന്നും ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു. ക്ഷേത്ര ദർശനങ്ങൾ ഭക്തജനങ്ങൾക്ക് സുഖപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ഷേത്ര ജീവനക്കാർ സേവനം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭക്തസുഖം ക്ഷേത്ര ദർശനം എന്ന പേരിൽ ജീവനക്കാർക്കുള്ള പരിശീലന പരിപാടിയായിട്ടാണ് ഇന്ന് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാറശാല മുതൽ പറവൂർ വരെ 20 ഗ്രൂപ്പുകളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികളോട് സൗഹൃദമായും ഊഷ്മളമായും പെരുമാറുക എന്നുള്ളത് ദേവസ്വം ബോർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹാരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജീവനക്കാർ അറിഞ്ഞിരിക്കണമെന്ന് പരിശീലകനായ M. നന്ദകുമാർ വ്യക്തമാക്കി. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR. മുരളി മുഖ്യാതിഥിയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബൈജു, മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ, സുന്ദരേശൻ എന്നിവരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.